നൈപുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോട്ടിൽ ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഞാൻ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വലിയൊരു പ്ലാന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെയറിങ് ചെയ്തെടുക്കാം. 15 ദിവസം കൊണ്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം തന്നെ റൂട്ടൊക്കെ ആയിട്ടുണ്ട് 15 ദിവസം കൊണ്ട്. അപ്പോൾ ഇനിയും നന്നായിട്ട് റൂട്ടൊക്കെ തിങ്ങിയതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കവറൊക്കെ വെച്ച് അതിൽ ലെയർ ചെയ്യുന്ന രീതിയിൽ നിന്ന് ബോട്ടിൽ ലെയറിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചുവന്ന മണ്ണും അതുപോലെ തന്നെ കുറച്ച് കോക്കോപീറ്റും വെർമി കോമ്പോസ്റ്റുമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതലും മണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് സാഫ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ പോട്ടിംഗ് മിക്സായിട്ട് ഞാൻ എടുക്കുന്നത്. ലെയറിങ്ങിന് പല ആളുകളും പല പോട്ടിംഗ് മിക്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഞാനിവിടെ പോട്ടിംഗ് ലെയറിങ്ങിന് എടുക്കുന്ന പോട്ടിംഗ് മിക്സാണ് കാണിച്ചിട്ടുള്ളത്. മണ്ണും വെർമി കമ്പോസ്റ്റ്, കോക്കോപീറ്റ്, അതുപോലെ തന്നെ സാഫ്. അടുത്തത് ലെയർ ചെയ്യാനായിട്ടുള്ള ഒരു നല്ല ബ്രാഞ്ച് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. 1 വർഷമെങ്കിലും പഴക്കമുള്ള സെമി ഹാർഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെ സെലക്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല നീളത്തിൽ ഉയരത്തിൽ പോയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഇതിൻ്റെ ഏത് ഭാഗത്താണ് ലെയർ ചെയ്യേണ്ടത് അവിടെ നിന്ന് ഒരു 1 to 2 ഇഞ്ച് നമുക്ക് തൊലി റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് നല്ല വൈറ്റ് മാത്രമായിട്ട് സ്റ്റെമ്മിൻ്റെ നല്ല താഴ്ഭാഗം മാത്രമായിട്ട് എടുക്കണം. അതായത് പച്ച ഭാഗം നന്നായിട്ട് അത് കളയണം. അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് അടിയിലും മുകളിൽ വരെ വര വരച്ചിട്ട് ഇതിൻ്റെ തൊലി ഭാഗം ഇങ്ങനെ ചീന്തി കൊടുക്കാം. അപ്പോൾ ഈ പച്ച ഭാഗം തീരെ കാണാൻ പാടില്ല. നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ലെയറിങ് ചെയ്യാനുള്ള ഭാഗമൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവിടെ പുരട്ടി കൊടുക്കുന്നത് റൂട്ടിംഗ് ഹോർമോണാണ് കേട്ടോ. അപ്പോൾ റൂട്ടിംഗ് ഹോർമോൺ വെച്ചിട്ടാണ് ഞാൻ ബോട്ടിൽ ലെയറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലതുപോലെ തന്നെ നമ്മൾ തൊലി കളഞ്ഞ ഭാഗത്തും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഈ റൂട്ടിംഗ് ഹോർമോണായി ഉണങ്ങാനായിട്ട് ഒന്ന് സമയം കൊടുക്കുക. ഇനി അതിന് ശേഷം ഒരു ബോട്ടിൽ, ഞാൻ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കീറിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് കൊമ്പിൻ്റെ വണ്ണം അനുസരിച്ച് ഒന്ന് ഹോള് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു ചെറിയ കമ്പി പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊലി കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്തിനായിട്ടും കുറച്ച് ഇറക്കിയതിന് ശേഷമാണ് കമ്പി വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ബോട്ടിൽ ഇറക്കി അതുപോലെ നിർത്തിയിട്ടുള്ളതും. ഇനി ആ സൈഡ് കീറിയോണ്ട് തന്നെ നമ്മൾ മണ്ണ് പോട്ടിംഗ് മിക്സ് അതിലേക്ക് നിറച്ച് കൊടുക്കുമ്പോൾ പോവാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി നിർത്തുന്നുണ്ട്. ബോട്ടിലേക്ക് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കുമ്പോൾ വെയിറ്റ് കൊണ്ട് താഴോട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചെറിയ കമ്പി കൊടുത്ത് അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിനറൽ വാട്ടറിൻ്റെ 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വലുത് വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ കിട്ടിയൊരു കുപ്പി എടുത്തു എന്നുള്ളൂ. ചെറുതായാലും മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏതാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നല്ല തിക്കായിട്ട് തന്നെ മണ്ണ് നിറച്ച് കൊടുക്കുക. ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇപ്പോൾ അത് നല്ല ഫുള്ളായിട്ട് പോട്ടിംഗ് മിക്സ് നിറച്ച് നിർത്തിയിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗം വരെ മിക്സ് നിറച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് അമർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലും കൂടി ഒന്ന് ചെറിയൊരു സപ്പോർട്ടിന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മണ്ണിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഒരു സൺലൈറ്റ് കിട്ടുന്നിടത്ത് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അങ്ങനെ ഡ്രൈ ആയി പോകുമ്പോൾ നമുക്ക് റൂട്ട് പിടിക്കാനുള്ള ചാൻസും കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഒക്കെ വെള്ളം നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡ്രൈ ആവാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റൂട്ട് പിടിച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 15ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. ഇനിയും നല്ലതുപോലെ റൂട്ടൊക്കെ വരാനുണ്ട്. ബോട്ടിൽ നന്നായിട്ട് റൂട്ടൊക്കെ വന്ന് തിങ്ങിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.